നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ബസ്സിൽ റെയിൽവേ ക്രോസിംഗിലോ അല്ലെങ്കിൽ ട്രാഫിക് ജാമിലോ ബസ് നിർത്തുമ്പോൾ ആളുകളെ താഴെ കാണാം. ചിലർ കടല വിൽക്കുന്നു, ചിലർ ബിസ്ലേരി കുപ്പികളുമായി കൊണ്ടുവരുന്നു. അവരൊക്കെ ആരാണ്? അവരെല്ലാം ആൺകുട്ടികളാണ്. നിങ്ങൾ വീട്ടുകാര്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ റോഡിലെ പൊടിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഡൽഹിയിലെ വെയിലിലും പൊടിയിലും പുരുഷന്മാർ ദിവസം മുഴുവൻ വൈകുന്നേരം വീട്ടിലേക്ക് കുറച്ച് പണം കൊണ്ടുവരാൻ, പണം സമ്പാദിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്ത്രീകൾ, പാവങ്ങൾ, വീട്ടുകാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അവർക്കിന്ന് വീട്ടുകാര്യങ്ങളിൽ നിന്ന് പുറത്തുവരാൻ അവസരം ലഭിക്കുമ്പോഴും മിക്ക സ്ത്രീകളും പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. പുറത്തെ പൊടി ആരാണ് സഹിക്കാൻ പോകുന്നത്? പുറത്തെ അത്രയും കഷ്ടപ്പാടുകൾ ആരാണ് സഹിക്കാൻ പോകുന്നത്? പുറത്ത് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. പുരുഷന്മാരെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. ഞാനും ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളോട് എനിക്ക് കൂടുതൽ സഹാനുഭൂതി ഉണ്ടായിരുന്നു. പക്ഷേ സ്ത്രീകൾക്ക് അവരുടെ ശത്രുക്കൾ അവർ തന്നെയാണ്. വീട്ടുകാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടുന്നത് അവർക്കും വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് വിദ്യാസമ്പന്നരും ശക്തരുമായ സ്ത്രീകൾ പോലും ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ ധർമ്മം വീട്ടുകാര്യങ്ങൾ എന്ന് സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ നിസ്സഹായതയോടെ മാത്രം അംഗീകരിച്ചതല്ല. അത് അംഗീകരിക്കുന്നതിൽ അവരുടെ സ്വന്തം താല്പര്യവും ഉൾപ്പെട്ടിരിക്കുന്നു.